ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസം രാഷ്ട്രീയമായും ശാസ്ത്രീയമായും ന്യൂനപക്ഷമാണ്. ഒരു അതീശ ന്യൂനപക്ഷമായി ഇന്ത്യൻ ജനതയെ കീഴടക്കാനാണ് ഫാഷിസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സവർണ സംസ്കാരത്തെ ദേശ സംസ്കാരമാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് കാലം ആവശ്യപ്പെടുന്നത്. സാഹോദര്യം, മാനവികത, മതനിരപേക്ഷത എന്നീ മൂല്യങ്ങളാണ് ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ എന്നിവർ നമ്മെ പഠിപ്പിച്ചത്. ഈ നവോത്ഥാന മൂല്യങ്ങൾ കൈമുതലാക്കുമ്പോഴാണ് ഫാഷിസത്തിനെതിരെ യാഥാർത്ഥ്യ പ്രതിരോധം സാധ്യമാകുന്നത്. RSS മുസ്ലിം വിരുദ്ധ സംഘടന മാത്രമല്ല, കീഴാള സമൂഹങ്ങളെ അടിമപ്പെടുത്താനായി സവർണ സമൂഹങ്ങൾ തീർത്ത ഉപകരണം കൂടിയാണ്. അതിനാൽ തന്നെ ഫാഷിസത്തിനെതിരെ പോരാട്ടം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടവുമാണ്. ഇന്ത്യൻ ദേശീയതയുടെ പേരിൽ സവർണ സമൂഹങ്ങൾ പലപ്പോഴും ജാതി വിരുദ്ധരായി നടിച്ചു പോന്നിരുന്നു. യാഥാർത്ഥ്യത്തിൽ അവർ ജാതി വ്യവസ്ഥയുടെ അടിത്തറ കാത്തു സൂക്ഷിച്ചവരാണ്. ദലിത് പ്രസ്ഥാനങ്ങൾ, കീഴാള മൂവ്മെന്റുകൾ, ശ്രീനാരായണ പ്രസ്ഥാനം ഇവയാണ് ആ കാപട്യം പൊളിച്ചെറിഞ്ഞത്. ഗുരുവിനെ ഹിന്ദു നവോത്ഥാന നായകൻ എന്ന് വിളിച്ചാണ് സംഘപരിവാർ അദ്ദേഹത്തെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നത്. ഗുരുവിന്റെ നവോത്ഥാനം ജാതി വിരുദ്ധതയുടെയും മതനിരപേക്ഷതയുടെയും വിപ്ലവമായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് അവർ ഇതിലൂടെ മറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചതും സഹോദരൻ അയ്യപ്പൻ നമ്മുടെ മനുവുമായി വെച്ചു നോക്കുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ് എന്ന് പറഞ്ഞതും ഫാഷിസത്തിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ജാതി വ്യവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ഹിന്ദുത്വത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ ചേർക്കാമെന്ന് വിശ്വസിക്കുന്നവർ ചരിത്രപരമായി അന്ധരാണ്. ഫാഷിസത്തിനെതിരെ പോരാട്ടം തുടങ്ങേണ്ടത് ജാതി മേധാവിത്വത്തെ നിരാകരിച്ചുകൊണ്ടുകൂടിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരുവിന്റെ വാക്കുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായ ഏറ്റവും ശക്തമായ മുദ്രാവാക്യമാണ്. ജാതി മത വിവേചനങ്ങളില്ലാത്ത സാഹോദര്യം മാത്രമേ ഭാവി ഇന്ത്യയെ രക്ഷിക്കുകയുള്ളൂ. മതവൈവിധ്യവും സാംസ്കാരിക വൈവിധ്യവും ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയാണ്. അതിനെ ചുരുക്കി ഒരേയൊരു സവർണ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കുന്ന അപകടകരമായ വഴിയാണ്. അതിനാൽ ഗുരുവിന്റെ സാഹോദര്യ സന്ദേശം നാം ഇവിടെ വീണ്ടും വിളിച്ചോതിക്കൊണ്ടിരിക്കണം.